വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു സംവാദത്തിനൂടെ സ്റ്റേജ് ഒരുങ്ങുന്നതായിട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത് വേറെ ആരുമല്ല, നമ്മുടെ കൊടുത്തോട്ടം പാസ്റ്ററും അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും മുഹമ്മദ് ഈസയുമായിട്ടൊരു സംവാദം നടക്കുന്നു അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഫേസ്ബുക്ക് മറ്റുള്ള യൂട്യൂബ് വഴിയുള്ള ക്ലബ് ഹൗസ് ചർച്ചകളിലൂടെയെല്ലാം കേൾക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിൻ്റെ സംവാദ വ്യവസ്ഥകളിൽ നിന്നും തെന്നിമാറി ഓടിക്കളിച്ച മുഹമ്മദ് ഈസയ്ക്കും MM അക്ബറിനുമൊക്കെ ഇപ്പോൾ സംവാദത്തിന് എന്തുകൊണ്ടാണ് കയറി വരാനുണ്ടായ സാഹചര്യം എന്നുള്ളതും ഞങ്ങൾക്കറിയാം. കാരണം ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ നട്ടെല്ലൊടിഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും നട്ടെല്ല് വെച്ച് പിടിപ്പിച്ച് ഒന്ന് കയറി വന്ന് ഇസ്ലാമിനെ ഒന്ന് എന്തൊക്കെ ആക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നിങ്ങൾ നടത്തുന്ന പരാക്രമങ്ങളൊക്കെ വളരെ 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 നല്ലതായിട്ട് തോന്നുന്നു മുഹമ്മദ് ഈസ. കാരണം നിങ്ങൾ ഇസ്ലാമിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം ഒന്ന് തീർക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ താങ്കൾ ഈ സംവാദത്തിനൊക്കെ ഇങ്ങനെ വരുന്നത്. പണ്ട് അനിൽകുമാർ അയ്യപ്പൻ ബ്രദറുമായിട്ട് കോഴിക്കോട് നടന്ന ഒരു സംവാദത്തിൽ ഇസ്ലാമിനെ അടിച്ചുവാരി തൂത്ത് വൃത്തിയാക്കി കുപ്പ കൂട്ടത്തിലേക്ക് അനിൽകുമാർ അയ്യപ്പൻ ഇട്ടപ്പോൾ മോഡറേറ്ററായിട്ട് വന്ന ആളാണ് പറഞ്ഞത്, ഈസാ സാഹിബിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, കാരണം ഖുറാന് ഇസ്ലാമിനെ പറ്റി അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് മോഡറേറ്ററൊക്കെ മറുപടി തന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ശരിയല്ലേ? ദിശ എന്ന പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ വന്ന ചില മുസ്ലിം സുഹൃത്തുക്കൾ ഞങ്ങളുമായി സംസാരിക്കുകയും മുഹമ്മദ് ഈസയുമായി ഞങ്ങളൊരു ഡിബേറ്റ് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. തീർച്ചയായും സന്തോഷത്തോടുകൂടെ വരാമെന്ന് ഞങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് ഈസ എഴുതിയ 2 പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കോഴിക്കോട് വെച്ച് ഒരു സംവാദം നടത്തുകയുണ്ടായി. വലിയതായ സംവാദമൊന്നുമല്ല, ചെറുതായിട്ടൊരു ഹോട്ടൽ മുറിക്കുള്ളിൽ വെച്ച് ഞങ്ങൾ നടത്തിയതാണ്. ഇസ്ലാമിക വിഷയത്തിൽ, അതായത് ഖുറാനിലും ഹദീസുകളിലും തനിക്ക് വലിയ അറിവില്ലെന്നും എന്നാൽ ക്രൈസ്തവ വിഷയങ്ങളിൽ താൻ സംസാരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ഈസ അവിടെ വന്നത്. ബൈബിളിൽ നിന്ന് മാത്രമല്ലാതെ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തഫ്സീറുകളിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്, ബൈബിളിൽ നിന്ന് ഞങ്ങൾ തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു പൗലോസ് അപ്പോസ്തലൻ വ്യാജ അപ്പോസ്തലനല്ല, സത്യ അപ്പോസ്തലനാണ്. അതുമാത്രമല്ലാതെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞങ്ങൾ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ചു പൗലോസ് അപ്പോസ്തലനെ ആദ്യകാല മുസ്ലിങ്ങളെല്ലാവരും, ശ്രീ മുഹമ്മദ് അടക്കമുള്ള ആദ്യകാല മുസ്ലിങ്ങളെല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നുള്ള കാര്യം. അതിനൊരു മറുപടി കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ട് എന്തുണ്ടായെന്നറിയാമോ? ലോകത്തിൽ ഇന്നേ വരെ നാം കേട്ടിട്ടില്ലാത്തൊരു സംഭവം അവിടെ നടന്നു. മോഡറേറ്റർ തന്നെ സംവാദകനായി രൂപാന്തരപ്പെട്ടു. ഇങ്ങനെയൊന്നും നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മോഡറേറ്ററുടെ ജോലി എന്താണ്? ഇരുപക്ഷത്തെയും സംവാദം നിയന്ത്രിക്കുക, സംവാദകരെ നിയന്ത്രിക്കുക, കാണികളെ നിയന്ത്രിക്കുക. അതിനപ്പുറമായിട്ട് ഇരുപക്ഷത്തെ സംവാദകരും തങ്ങൾക്ക് പറയാനുള്ള വിഷയം അവതരിപ്പിക്കുകയും അതുപോലെ ഖണ്ഡനം നടത്തുകയും മറുപടി പറയുകയൊക്കെ ചെയ്ത് ഉപസംഹരിച്ച് സംവാദം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഡറേറ്ററുടെ ജോലി നന്ദി പറയുക എന്നുള്ളത് മാത്രമാണ്. നന്ദി പറയുക, എല്ലാവർക്കും നന്ദി പറഞ്ഞത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതല്ല അവിടെ സംഭവിച്ചത്. അദ്ദേഹം ഒരു പക്ഷത്ത് ചേർന്ന്, ഇസ്ലാം പക്ഷത്ത് ചേർന്ന് ഞാൻ ഉന്നയിച്ച പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ബൈബിളിനെതിരെ ധാരാളം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് അറിയാൻ ഈ ക്ലിപ്പ് നിങ്ങൾ കണ്ടാൽ മതി. ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹമ്മദ് ഈസ പൊതുവായി പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഒരു ഖുർആനിക ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന്, ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന് ഒരിക്കൽ കൂടി കേൾക്കട്ടെ എല്ലാവരും. ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹമ്മദ് ഈസ പൊതുവായി പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഒരു ഖുർആനിക ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന്, ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന് കേട്ടല്ലോ. ഞങ്ങളവിടെ അവതരിപ്പിച്ച ഖുർആൻ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹമ്മദ് ഈസ പൊതുവായി പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഖുർആനിക ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വന്നത്. ഖുർആനിക ഇസ്ലാമിക വിഷയത്തിൽ പണ്ഡിതനല്ലാത്തൊരു വ്യക്തി എന്തിനിങ്ങനെ പുസ്തകം എഴുതാൻ പോയി? ആരെങ്കിലും പറഞ്ഞു പുസ്തകം എഴുതാൻ? പഠിക്കാത്ത വിഷയത്തിൽ പുസ്തകം എഴുതാൻ ആര് പറഞ്ഞു? ഇത് നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാൻ വയ്യാതെ, ആർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറയുകയാണെന്നെങ്കിൽ ഈസേ എന്തിനാണ് ഈ നാണം കെട്ട ഇടപാടുമായിട്ടൊക്കെ നടക്കുന്നത്? പിന്നെ
ഈസ സംവാദത്തിന് വന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കുമെന്ന്. അത് പുതിയൊരു ഇടപാടാണല്ലോ ഈസ. ചിരിയാണ് വരുന്നത് ഈസയുടെയൊക്കെ ഒരു കാര്യമേ. ഈസേ, ഞാനൊരു കാര്യം, മുഹമ്മദ് ഈസയുടെ ഒരു കാര്യം, മുഹമ്മദ് ഈസേ ലോകത്ത് എവിടെയൊരു സംവാദം നടത്തിയതിൻ്റെ പേരിൽ എതിർ പ്രസ്ഥാനത്തിന് നേരെ കേസ് കൊടുക്കുമോ? ഇനി അത് പോട്ടെ, ഈ ഹാരിസ് മദനിക്കെതിരെ കേസ് കൊടുത്ത ആരാ? കാസയാണ്. കാസയും കൊടുത്തോട്ടം പാർഷുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്ന് കൊടുത്തോട്ടം പാർഷു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കാസ കേസ് കൊടുത്തതിൻ്റെ കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ യേശുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ബൈബിളിനെ വളരെ മോശമാക്കി പറഞ്ഞപ്പോഴെങ്ങാണ്ടാണ് അവരുകൊണ്ട് കേസ് കൊടുത്തത്. അല്ല, ആ കേസ് റിട്ടേൺ കേസ് കൊടുക്കേണ്ട ആർക്കാ? കാസക്കെതിരെയല്ലേ. ഈ ഹാരിസ് മദനിയുടെ ബുദ്ധി മുഹമ്മദിൻ്റെ ബുദ്ധിയായിപ്പോയി. കാരണം എന്താ, അദ്ദേഹം കൊണ്ട് നേരെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിനെതിരെ കേസ് കൊടുത്തു. ഇതല്ലേ നടന്ന സംഭവം. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിസ് മദനിയോട് ചോദിക്കും, ഇത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ഇങ്ങനെ എഴുതാനുള്ള ഇത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഈസ തന്നതാണെന്ന് പറയേണ്ടി വരും. അത് തന്നതാണെന്ന് പറയാൻ വേണ്ടി മുഹമ്മദ് ഈസ കോടതി വരേണ്ടി വരും. നാണക്കേടായിരിക്കുമല്ലോ, ശരിയല്ലേ? അതിൻ്റെ അല്ലേ ഈ കിടന്നുകൊണ്ട് കളിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു സംവാദം നടത്താൻ ഇതൊക്കെ വല്ലതും ആണോ? പിന്നെ ഞാൻ പറയുന്നു, കൊടുത്തോട്ടം പാർഷ ഇപ്പോൾ സംവാദത്തിന് വന്നിട്ടുണ്ട്, ഓക്കെ, നല്ല കാര്യം. പക്ഷേ അതിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ധാർമ്മികതയും മുഹമ്മദിൻ്റെ ധാർമ്മികതയും വെക്കുന്നതിനേക്കാൾ നല്ലത് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ ധാർമ്മികതയും മുഹമ്മദിൻ്റെ ധാർമ്മികതയും കൂടെ വെക്കുന്നതായിരുന്നു. അതായിരുന്നു കറക്റ്റ്. അത് പറയാനുള്ള കാരണം, യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമായിരിക്കെ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ജീവിതം ജീവിച്ച ഒരു മനുഷ്യനോട് ആ ധാർമ്മികത ചേർത്ത് വെക്കണമെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എങ്കിലും പോട്ടെ, നമുക്ക് സംവാദം നടക്കണമല്ലോ. കൊടുത്തോട്ടം പാർഷൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം, അങ്ങനെയെങ്കിലും മുഹമ്മദ് ഈസ ഒന്ന് പരസ്യവേദിയിൽ വന്നിട്ട് ഒരു സംവാദം നടത്തി കാണിക്കാമോ? ഒരു സംവാദം നടത്തി കാണിക്കാമോ? വേറെ ആരുടെയും പിൻബലമൊന്നുമില്ല. അത് കൊടുത്തോട്ടം പാർഷ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് പുസ്തകം വേണേലും എടുത്തോളൂ, ഏത് വേണേലും എടുത്തോളൂ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ. ഇതേക്കാൾ സാക്ഷ്യമായിട്ടുള്ള സംഭവത്തിന് എം അക്ബറും വരത്തില്ല, മുഹമ്മദ് ഈസയും വരത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾ 1 ലക്ഷം രൂപ മുന്നമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എം അക്ബറിനെ കൊണ്ടുവരുന്നവർക്ക് സംവാദത്തിന് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നൊന്നുമല്ല കേട്ടോ, ഈ കാലഘട്ടത്തിൽ അതിൽ കൂടുതൽ കിട്ടും. ഞങ്ങൾ എന്തൊക്കെയുള്ളൂ 1 ലക്ഷം രൂപ വരാം, പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും എം അക്ബറിനെ ഒരു പരസ്യവേദിയിൽ ഒരു സംവാദത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഞങ്ങളുടെ വിഷയങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അത് നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഈ വിഷയങ്ങൾക്ക് സംവാദത്തിന് വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഏതേലും മുസ്ലിം ഇടത്തോട്ട് മുണ്ടെടുത്ത് തലയിൽ തൊപ്പിയും വെച്ച് നടക്കുന്ന ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിലും മീശ പഠിച്ച് താടി നീട്ടി വളർത്തി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്, മുഹമ്മദ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകനാണ്, മുഹമ്മദിനേക്കാൾ വലിയൊരു പ്രവാചകത്വമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രസംഗിച്ച് കിടക്കുന്ന ഏത് മുസ്ലിമിനും, മുസ്ലിം എന്ന് ഭൂമിയിൽ ജീവിച്ച് നടക്കുന്ന ഏത് മുസ്ലിമിനും, വെള്ളിയാഴ്ച ജുമായ്ക്ക് പോകുന്ന ഏത് മുസ്ലിമിനും, ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും, അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും, ആയിഷയും ഖദീജയും അതേ കണക്ക് തന്നെ മുഹമ്മദിൻ്റെ ഭാര്യമാർ മുഴുവനും ഇസ്ലാമിൻ്റെ മാതാക്കളാണെന്ന് വിശ്വസിക്കുന്ന ഏത് മുസ്ലിമിനും എം അക്ബറിനെ സംവാദത്തിന് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ സാക്ഷിയുമായി? ഞങ്ങൾ റെഡിയാണ് കേട്ടോ. ഇനിയും പഴയതുപോലെ മെയിൽ വഴിയായിരുന്നല്ലോ നമ്മൾ ഈ കത്തർപാട് സംവാദ പരിപാടി, അതില്ല. ഞങ്ങൾ ഇനിയും സംവാദത്തിന് വരുവാണെങ്കിൽ പരസ്യമായിട്ട് സംവാദത്തിന് നമ്മൾ വീഡിയോ വെച്ച് ലൈവ് പുറത്തേക്ക് വിട്ടിട്ടുള്ള പരിപാടികൾ. കാരണം നിങ്ങൾ ഒത്തിരി കള്ളത്തരം പറയുന്ന ആൾക്കാരാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ സാക്ഷിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ. ആ കരാറൊന്ന് പുറത്തേക്ക് വിടാൻ വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്തേ പുറത്തേക്ക് വിടാത്തേ? അത്രയ്ക്ക് മോശമാണോ നിങ്ങളുടെ എഴുത്ത്? നിങ്ങൾ പുറത്തേക്ക് വിടൂ, ഞങ്ങളൊന്ന് കാണട്ടെ. അതുകൊണ്ട് കൊടുത്തോളം ഭാഷണ സംവാദം. പക്ഷെ വേറൊരു കാര്യം ഈസയോട് പറയാം, ഈസേ എടക്കരയിൽ കാണിച്ച ഇടപാട് നീ കാണിക്കരുത്. ഈസേ മുഹമ്മദ് ഈസയോട് പറയണേ, എടക്കരയിൽ നടുക്കളത്തിൽ ചാടി വീണ് അംഗം വെട്ടിയ ഒരു ഇടപാടുണ്ടല്ലോ. ജെറി ബ്രദർ മൈക്കിൻ്റെ അകത്തോടെ സംസാരിച്ചിട്ടുണ്ടെപ്പോഴത്തേനും നടുക്കളത്തിൽ ചാടി വീണ് കൂടിക്കടകം പരിപാടിയൊക്കെ കാണിച്ച ഒരു ഇടപാടില്ലേ, അത് കാണിക്കരുത് കേട്ടോ, മോശമാണ്. കാരണം ഈ ഇസ്ലാമിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നതിൽ വളരെ സൗമ്യതയോടെ സംസാരിക്കുന്ന ആളാണ് ഈസ. പുള്ളി നിങ്ങൾ നല്ല ആക്ഷേപത്തിൻ്റെ ആളാണെന്ന് നമുക്കറിയാം. അപ്പോൾ എടക്കരയിൽ ഇതേ കാണിച്ച ഈ പരിപാടി ഇനിയും കാണിക്കരുത്. ദേ കണ്ടോ, മൗലവി കേരളത്തിന്റെ ഒരു ദിക്ക് മുതൽ മറ്റു ദിക്ക് വരെ ആക്ഷേപിച്ച് നടക്കുന്ന സംഭവങ്ങളെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായ അൽ തബാരി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വോള്യം 4 ബുക്ക് ദി ഏൻഷ്യൻ കിങ്ഡംസ്, ഉദാഹരണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി, എം അക്ബർ മൗലവി മദ്യം വിളമ്പുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആ സംഭവത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്ര പണ്ഡിതനായ അൽ തബാരി അതൊരു വിശ്വസനീയ
സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസംഗത്തിനിടയ്ക്ക് ഒരു ഇത് വേണ്ട. അൽ തബാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഞാൻ ആവർത്തിക്കുകയാണ്, അൽ തബാരി അദ്ദേഹത്തിന്റെ നിങ്ങളുടെ പുസ്തകം ഇല്ല ഇപ്പോൾ ഇവിടെ ഇത് പറയാൻ ചോദ്യോത്തരങ്ങൾക്കുള്ള അവസരമുണ്ട്. ഖുറാനെ പറ്റി പറഞ്ഞു, ഞാൻ ഹദീസുകളെ പറ്റി പറഞ്ഞു, സിറത്ത് റസൂലുള്ളയെ പറ്റി പറഞ്ഞു, അൽ തബാരിയെ പറ്റി പറയുകയാണ്. അൽ തബാരി വോള്യം 4 ദി ഏൻഷ്യന്റ് കിങ്ഡംസ് എന്ന പുസ്തകത്തിൽ അൽ തബാരി മറ്റു പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട്, മറ്റ് ഇസ്ലാം പണ്ഡിതന്മാരെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ കാര്യം അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹോദരന്മാർക്ക് അത് അംഗീകരിക്കണ്ടെങ്കിൽ അംഗീകരിക്കണ്ട, തബാരി തള്ളിക്കള. അംഗീകരിക്കണ്ടെങ്കിൽ അംഗീകരിക്കണ്ട. ഖുറാൻ പറഞ്ഞതെങ്കിലും ചിന്തിക്കാൻ ഒരു സ്വല്പം മനസ്സ് വേണം. എം അക്ബർ മൗലവിയോട് ഞങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, ബൈബിളിനെ ശക്തമായി വിമർശിക്കുന്ന ജനാബ് എം എം അക്ബർ മൗലവി അതേ മാനദണ്ഡം തന്നെ ഖുറാനിലും പ്രയോഗിക്കുവാൻ തയ്യാറാണോ? സഹി അൽ ബുഖാരി വോള്യം 6 ഹദീസ് നമ്പർ 509 അനുസരിച്ച് മുഹമ്മദ് ആരെയും ഖുറാൻ ക്രോഡീകരിപ്പിക്കുവാൻ ഏൽപ്പിച്ചിരുന്നില്ല. സഹി ബുഖാരി വോള്യം 6 509 അനുസരിച്ച്, സഹി ബുഖാരി ബുക്ക് ഹദീസ് നമ്പർ 509 അനുസരിച്ച് മുഹമ്മദ് 4 പേരെ ഖുറാന്റെ മാസ്റ്റർ റിസൈറ്റേഴ്സായിട്ട് അംഗീകരിച്ചിരുന്നു. മുഹമ്മദ് ഖുറാൻ 4 പേരെ ഇവരാണ് ഖുറാൻ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. നിർഭാഗ്യവശാൽ സഹി ബുഖാരി വോള്യം 6 ഹദീസ് നമ്പർ 510 ഈ 4 പേരും ഖുറാൻ ക്രോഡീകരിക്കുമ്പോൾ ഇല്ല. മുഹമ്മദ് ആക്കിയതായ 4 പേരും ഖുറാൻ ക്രോഡീകരിക്കുമ്പോൾ ഇല്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, സഹി ബുഖാരി വോള്യം 6 510 ഖലീഫ ഉസ്മാൻ അന്ന് ഖുറാനെ ക്രോഡീകരിച്ച ശേഷം ബാക്കിയുള്ള ഖുറാനുകളെ കത്തിച്ചു കളഞ്ഞു. ഈ ഖുറാനെ കത്തിച്ചു കളയുക എന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? അദ്ദേഹം അന്ന് ഖുറാനെ കത്തിച്ചു കളഞ്ഞുവെങ്കിൽ ഞങ്ങൾ സംശയിക്കുന്നത് ബാക്കിയുള്ള ഖുറാനുകളിൽ അല്ലെങ്കിൽ വളരെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു, തിരുത്തുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനാബ് എം എം അക്ബർ മൗലവി സുവിശേഷത്തിന് എതിരെ ആരോപിക്കുന്നതായ മാനദണ്ഡം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലേക്ക് മാനദണ്ഡമായി അദ്ദേഹം ഉപയോഗിക്കുവാനായി ആഗ്രഹിക്കുന്നില്ല. സെഷൻ 2 ഞാൻ കടക്കുകയാണ്. തൗറത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചിലും ഖുറാനും പരിശോധിക്കപ്പെടുന്നു. മശിയ ആര്? തൗറത്തിന്റെ അടിസ്ഥാനത്തിൽ സങ്കീർത്തനം 2 അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചകനായ ദാവീദ് മശിഹയെ പറ്റി പറയുന്നത് യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും യഹോവയ്ക്കും അവന്റെ മശിഹയ്ക്കും എതിരായി. ഈ ആരാണ് യഹോവയുടെ മശിഹ എന്ന് പറയുന്നത്? 2:11 പറയുന്നു അവന്റെ പുത്രനാകുന്നു. യഹോവയുടെ മശിഹ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ് എന്നുള്ളത് സബൂറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായ സന്ദേശമാണ്. അതുപോലെ തന്നെ സുലൈമാൻ എഴുതിയതായ സദൃശ്യവാക്യങ്ങളിൽ 30 അതിന്റെ 4 പ്രൊവേർബ്സ് 30 അതിന്റെ 4 പറയുന്നു അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത്. ദൈവത്തെ പറ്റി ചോദിക്കുമ്പോൾ തൗറത്തിൽ ചോദിക്കുന്നത് അവന്റെ പേരെന്ത്, അവന്റെ മകന്റെ പേരെന്ത്. യെശയ്യാവ്, പ്രവാചകനായ യെശയ്യാവ് 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ വീരനാം ദൈവം. മശിയ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത് തബൂറിന്റെയും പ്രവാചകർ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷം 26-63 വാക്യത്തിൽ മഹാപുരോഹിതൻ അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തുവോ? ഇസ്രയേലിന്റെ മഹാപുരോഹിതൻ ചോദിക്കുകയാണ്
നീ ദൈവപുത്രനായ ക്രിസ്തുവോ? യഹൂദ വിശ്വാസ സങ്കല്പങ്ങളുടെ, യഹൂദ വിശ്വാസത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നതായ മഹാപുരോഹിതന്റെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നത് യഹൂദന്മാർ മശീഹ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. മത്തായി സുവിശേഷം 16:16 ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹയാകുന്നു. മത്തായി സുവിശേഷം, യോഹന്നാൻ സുവിശേഷം അതിന്റെ 11-ാം വാക്യം 27-ാം വാക്യത്തിൽ മാർത്ത അവനോട് പറയുന്നു, നീ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ മശീഹ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രനാണ് മശീഹ എന്ന് സബൂർ പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പുത്രനാണ് മശീഹ എന്ന് പ്രവാചകന്മാർ പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പുത്രനാണ് മശീഹ എന്ന് യഹൂദ മലാഹുരോധൻ പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പുത്രനാണ് മശീഹ എന്ന് നമ്മളുടെ അപ്പോസ്തലനായ പത്രോസ് പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പുത്രനാണ് മശീഹ എന്ന് വിശ്വാസിയായ മാർത്ത പ്രഖ്യാപിച്ചു. ആ വിശ്വാസ, ആ ഇഞ്ചിലിൽ എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായി, തൗറത്തിലും ഇഞ്ചിലും നൽകിയ മശിഹ സന്ദേശത്തിന് വിരോധമായി ഖുർആൻ സൂറ 19:35 പറയുകയാണ്, മശിഹ ദൈവപുത്രനല്ല. സന്ദേശം തിരുത്തപ്പെട്ടത് എവിടെ? തൗറത്തിൽ ഞങ്ങൾക്ക് മശിഹയെ പറ്റി നൽകിയിരിക്കുന്ന സന്ദേശം, തൗറത്തിൽ ഞങ്ങൾക്ക് മശിഹയെ പറ്റി നൽകിയിരിക്കുന്ന സന്ദേശം ഇന്ന് യഹൂദന്മാരുടെ കൈവശമുള്ള തൗറത്തിൽ നൽകിയിരിക്കുന്ന സന്ദേശം അത് തന്നെ എന്ന് സുവിശേഷം പ്രഖ്യാപിക്കുമ്പോൾ അതല്ല എന്ന് പറയുന്ന ഖുർആനാണ് അത് തിരുത്തിയത്. 2, മശീഹയുടെ അസ്തിത്വം. മശീഹയുടെ അസ്തിത്വം എന്ത്? മശീഹയുടെ അസ്തിത്വം എന്ത് എന്നുള്ളതിൽ മീക 5:2 മശീഹയെ പറ്റിയുള്ള പ്രവചനത്തിൽ പറയുന്നത്, നീയോ ബത്ലഹേമേ എഫ്രത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയ സഹോദരി സഹോദരന്മാർ, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. മീക 5:2 തൗറത്തിൽ, മീക 5:2 തൗറത്തിൽ മശീഹയെ പറ്റി പറയുന്നത്. ഒടുവിൽ നിങ്ങൾ മറുപടി പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇൻഡോർ മീറ്റിംഗ് ആണ്. ഇതിനകത്ത് വന്നിരിക്കുന്നവർ ക്ഷമയോടെ ശാന്തമായോടെ ഇരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ ഞങ്ങൾ സമയം വേർതിരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഉത്തരം തരുന്നതായിരിക്കും. അതുകൊണ്ട് അതുവരെ പ്രഭാഷണം ശ്രദ്ധയോടെ കേൾക്കുക. മറ്റൊരു അലങ്കോലമോ ഉണ്ടാക്കാതെ ശാന്തമായിരുന്ന് അന്യോന്യം സ്നേഹിച്ച് ഈ ദേശത്ത് നമ്മൾ കഴിയേണ്ടവരാണ്. അതുകൊണ്ട് ശാന്തമായിരുന്ന് അവസാനം വരെ കേൾക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി തരും. പ്ലീസ് ദയവായി അതാ സ്ഥലങ്ങളിൽ ഇരുന്നാട്ടെ. മീക 5:2 മശീഹയെ പറ്റി തൗറത്തിൽ പറഞ്ഞിരിക്കുന്നു. കണ്ടല്ലോ, ഈസയോട് പറയാണ്, ഈസ ഈ പരിപാടി കാണിക്കരുത് കേട്ടെ. കേസൊന്നും കൊടുക്കാൻ ആരും കൊടുക്കത്തൊന്നുമില്ല. പക്ഷെ ഈസയോട് പറയാണ്, സംവാദത്തിനിടയ്ക്ക് സ്റ്റേജിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഇതേപോലുള്ള അംഗം വെട്ടൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. നാണക്കേടാണ് ഈസ ഭയങ്കര മാന്യനായിട്ടൊക്കെ ഇരുന്നോട്ട് കുഴന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്താ ഈസ മറന്നുപോയി? ഇതൊന്നും ഞങ്ങളുടെ ഇല്ലാന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ഉണ്ട്. ഇനി വേറെ എന്തൊക്കെ വേണം? കൊള്ളാം. അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ നമ്മുടെ എറണാകുളത്ത് വെച്ച് ഈസേനെയൊക്കെ വിളിച്ച് ഫ്രണ്ടിൽ ഇരുത്തി മറുപടി തന്നൊക്കെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എഴുതിയ പുസ്തകത്തിന് തന്നെ എന്തിനീ കിടന്നുകൊണ്ട് ഓടിക്കളിക്കുന്നത്? ഈസ ഒരു കാര്യം ചെയ്യും, ഡിബേറ്റിന് വരണം. അനിൽകുമാർ ബ്രദർ കാത്തിരിപ്പുണ്ട്. അനിൽ കൊടുത്തോളം പാർശ്വമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഡിബേറ്റിന് ചെല്ലണം. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഈസ ഒരു സ്റ്റേജിൽ വന്നത്. കാരണം മുസ്ലിമായിട്ടാണ് ഈസ ജീവിക്കുന്നതുണ്ടെങ്കിൽ, മുഹമ്മദ് ഈസ മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ സംവാദത്തിന് ചെല്ലണം. ഇനി ഒഴിവൊഴിവ് പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞ ഡിമാൻഡിനോട് കൊടുത്തോട്ടം പാർശ്വ വന്നിരിക്കുകയാണ്. കൊടുത്തോട്ടം പാർശ്വ വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? യേശുക്രിസ്തുവിൻ്റെ ധാർമ്മികതയും മുഹമ്മദിൻ്റെ ധാർമ്മികതയും സംവാദത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി ഒഴിവൊഴിവ് പറയരുത്. പിന്നെ ഇതുപോലെ നടുക്കളത്തിൽ ചാടിക്കിടന്നുകൊണ്ട് ചാടിക്കളിയടാന്ന് പറയുന്ന പരിപാടി കാണിക്കരുത്. നാണക്കേടാണ്. അതുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈസ വരട്ടെ, ഡിബേറ്റിന് വരട്ടെ. നമുക്ക് എല്ലാവർക്കും അതൊന്ന് കണ്ട് ആസ്വദിക്കണം.
കാരണം സത്യം ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സത്യത്തിൻ്റെ പാതയിലേക്ക് തന്നെ പിരിയണം. അതാണ് എൻ്റെ അഭിപ്രായം. സത്യം ഏതാണെന്ന് നമുക്ക് ഉറപ്പായി കിട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരിയണം. അത് സത്യം പറഞ്ഞു തരാൻ ആൾ വേണ്ടേ? അതുകൊണ്ട് ഈസ ഇസ്ലാമിൻ്റെ സത്യം പറയാൻ വേണ്ടി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുഹമ്മദ് ഈസേ, കടന്നു വരൂ. നടുക്കളത്തിൽ ചാടിയിറങ്ങി അംഗം വെട്ടി പൂഴിക്കടകനും 18 അടവും കാണിച്ച് ഇതേപോലുള്ള ഇടപാടൊന്നും കാണിക്കരുത്. ഇടയ്ക്ക് കിടന്നുകൊണ്ട് ബഹളം വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഈ ആത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട് ഇപ്പോഴേ പറയുകയാണ്. ഏതാ? ഈ ചാടിക്കളിക്കുന്ന ഈ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ട്. നല്ലൊരു ആത്മാവിനെ എടുത്ത് കളഞ്ഞിട്ട് മുഹമ്മദിൻ്റെ ആത്മാവിനെ കയറ്റി വെച്ചിട്ട് നടക്കുകയാണല്ലോ. ആ ആത്മാവ് ഉള്ളിലുള്ളതുകൊണ്ടാണ് നടുക്കളത്തിൽ ചാടി ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത്. സംവാദം നല്ല രീതിയിൽ നടക്കണം, നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് സംവാദത്തിൻ്റെ ഫോർമാറ്റിൻ്റെ ഇടയ്ക്ക് എവിടെയും നടുക്കളത്തിൽ ചാടി ഇറങ്ങി എനിക്ക് ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കാമെന്നുള്ള ഫോർമാറ്റൊന്നും എഴുതരുത്. അത് കൊടുത്തോളം ഭാഷ സമ്മതിക്കരുത് കേട്ടല്ലോ. ഞാൻ അങ്ങയോടും കൂടെ പറയുകയാണ്. കാരണം ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ സംവാദം മുഹമ്മദ് ഈസ വരണമെന്നുള്ളത്. എന്തെക്കാളും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇനി നിങ്ങൾ തമ്മിലുള്ള സംവാദവേദിയിൽ നമുക്ക് കാണാം. പറ്റുമെന്നുണ്ടെങ്കിൽ MM അക്ബറിനെ സംവാദത്തിനൊന്ന് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.